ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മൈക്രോ നീഡ്ലിങ്ങിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈക്രോ നീഡ്ലിങ്ങിനെ കുറിച്ച് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇന്ന് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഈ മൈക്രോ നീഡ്ലിങ്ങിൽ 2 ബെനിഫിറ്റ് കൂടെ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മൈക്രോ നീഡ്ലിങ്ങിനെ കുറിച്ചാണ്. അതായത് പ്രഗ്നൻസിക്ക് ശേഷം നമ്മുടെ വയറിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് റിമൂവിങ്ങിന് മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രെച്ച് മാർക്ക് നമ്മൾ മൈക്രോ നീഡിൽ ഉപയോഗിച്ച് നമ്മൾ അതിനെ ചെറുതായിട്ട് ഡെഡ് സ്കിൽ റിമൂവ് ചെയ്ത് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൈക്രോ നീഡ്ലിംഗ് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ സ്കാൽപ്പിൽ സുഷിരങ്ങൾ ക്ലോസ് ആയി പോകുന്ന സമയത്ത് ഈ നീഡിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ തലയോട്ടിയിൽ ചെറിയ ചെറിയ ഡെഡ് സെൽ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ തലയിലും ഹെയർ ഗ്രോത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഒരു പൊതുവിലായിട്ട് എനിക്ക് ഈ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്ന മെയിൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സ്ട്രെച്ച് മാർക്ക് റിമൂവിങ്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിൽ കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, പിന്നെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ, ഇതെല്ലാം മാറ്റാനായിട്ടും നമ്മൾ മൈക്രോ നീഡ്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം മൊത്തത്തിൽ ഒരു മൈക്രോ നീഡ്ലിങ്ങിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് തന്നിട്ടുണ്ട്. ഈ മൈക്രോ നീഡ്ലിങ്ങിന് ഫേഷ്യലാണ് കുറച്ചുകൂടെ സ്കിന്നിൽ ഗ്ലോയും തരുന്നത്. അപ്പം ഇനി എന്തെങ്കിലും മൈക്രോ നീഡ്ലിങ്ങിനെ കുറിച്ച് സംശയമുള്ളവർ എന്നെ നമ്പർ ഞാൻ ഫോൺ കൊടുത്തിരിക്കാം, ലിങ്കിൽ ഇട്ടിരിക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ വിളിച്ച് ചോദിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്ത് ലൈക്കും ചെയ്യണമെന്ന്, സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കാം, അതിലേക്ക് വിളിച്ച് സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഇനി പുതിയൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വരുന്നതാണ്.